ഈ ബാബുരാജായാലും നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ പ്രധാനമന്ത്രിനെ അല്ലെങ്കിൽ നമ്മുടെ പിണറായി വിജയനെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് പോലും ഒരു കാര്യമില്ല. ആ കൊച്ചിന് സർവൈക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതെൻ്റെ കൈക്ക് പെരുപ്പ് വരും. അപ്പോൾ ഇത് കൂടുതൽ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ വേദന തരിപ്പ് പോലെ വന്ന് കഴപ്പ് പോലെ ഇങ്ങനെ വേദന വരും. അപ്പോൾ ആ സമയത്ത് ബാമ് പുരട്ടിയിട്ടാണ് ഈ കൊച്ച് ചെയ്തത്. പക്ഷെ പെർഫോമൻസിൽ അതിലൊന്നും ബാധകമല്ല കേട്ടോ. അതേപോലെ ചെയ്താൽ എന്നിട്ട് അത്രയും ഇപ്പം നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ഹാജർ ചെയ്യാം. നമ്മളെന്തായാലും കോർട്ടുമായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവൻ ഇതിനെല്ലാത്തിനും മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പം ഇത് നമ്മുടെ സമൂഹത്തിന് നന്മ വരാൻ വേണ്ടി ചെയ്യുന്ന ഒരാളാണ്. അതെ. ഇയാൾ ഒരു സ്ഥാനം കിട്ടിയാൽ അതിനെ എങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാബു എന്ന് പറഞ്ഞ ആള് മഹാ വൃത്തികെട്ടവന്. അവൻ കാണിക്കുന്ന ചെറ്റത്തരം എന്നൊക്കെ പറഞ്ഞാൽ എന്തുവായത്? വെള്ളരിക്കപ്പെട്ടണമാണ്. വിഷ്ണുവിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഏതോ മീറ്റിങ്ങിനിടങ്ങി ഇങ്ങനെ മറയ്ക്കുന്നിടങ്ങി സർട്ടിഫിക്കറ്റ് കണ്ടപ്പോൾ ചോദ്യം ചെയ്ത് വേറൊരാള്. അപ്പോൾ പറയുക അത് നമ്മുടെ ഇത് വിഷ്ണുവിൻ്റെ സർട്ടിഫിക്കറ്റാണ്, ഞാൻ കണ്ടാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് അതെ നമ്മുടെ അസോസിയേഷനുള്ളവരല്ല അവർ വേറെ കളരിയുടെ പേരിൽ ഇറങ്ങിയതാണ്, അവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. നമ്മളിവിടെ ഇപ്പോഴും കിടന്നുകൊണ്ട് ഈ ജില്ലാ തലത്തിൽ ഈ കഴിവുള്ള കുട്ടികൾക്ക് എല്ലാം അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. എനിക്കെതിരെ കേസ് കൊടുത്ത ഇവൻ കുറേ നാൾക്ക് മുമ്പ് എന്താണ് വ്യാജ കളരിപ്പറ്റി നടത്തുന്നത്. എടീ നീ ഒന്നാമത്തെ കാര്യം നിനക്ക് കളരിപ്പറ്റി സംസാരിക്കാനായിട്ട് എന്താ യോഗ്യത? പോലീസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വേണ്ട രേഖകൾ കൊടുത്തപ്പോൾ പറഞ്ഞു സോറി ക്ഷമിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് കുറച്ച് പോലീസുകാർ വന്ന് ജോയിൻ ചെയ്തിരിക്കും. ശരിയായിട്ടുള്ള രീതിയിൽ പോയാൽ എല്ലാവർക്കും നല്ലത്. ഒന്നാമത്തെ കാര്യം നിനക്കൊന്നും ഇതിൻ്റെ അകത്ത് ഇരിക്കാനുള്ള ഒരു അർഹതയില്ല. അർഹതപ്പെട്ടവരിക്കട്ടെ. ഇപ്പം നമ്മളെ കയറ്റണമെന്നൊന്നും പറയുന്നില്ല. നമ്മളെ കയറ്റണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അസോസിയേഷൻ്റെ തലപ്പത്ത് പറഞ്ഞു അങ്ങനൊന്നുമില്ല. നമ്മുടെ കുട്ടികളെ മത്സരിപ്പിക്കുക. ഇപ്പം ഏത് അസോസിയേഷനും ആയിക്കോട്ടെ, പല അസോസിയേഷൻ കാണും. ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു റൂൾ വെച്ച്, ഒരു ബേസിക് ഒരു കോമൺ റൂൾ വെച്ച് പോട്ടെ. ഇപ്പം മെയ്പേറ്റിൽ ഇത്രാമത്തെ മെയ്യാണ് ചെയ്യേണ്ടത്, ശരി ഇന്ന മെയ്ക്കെട്ട് ഇന്നാണ് മാനദണ്ഡം. ആർക്കും മത്സരിക്കാവുന്ന രീതിയിലാക്കണ്ടേ? അതല്ലേ വേണ്ടത്. തീർച്ചയായിട്ടും. അതല്ലാതെ ഇപ്പോൾ ഇന്ന അസോസിയേഷനിലുള്ളവർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റത്തുള്ളൂ. ശരി ആയിക്കോട്ടെ, എന്നാൽ മെമ്പർഷിപ്പ് കൊടുക്കണ്ടേ? അവരുടെ ബൈലോയിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് എല്ലാ കളരിയെയും ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിപ്പിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ ബൈലോയിൽ പറയുന്നതെല്ലാം തെറ്റായിട്ട് ഞാൻ മറ്റേ ഇവിടെ മത്സരവേദിയിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പം ബൈലോ എന്ന് പറഞ്ഞപ്പോൾ ബൈലോ എന്ന് വെച്ചാൽ എന്തുവാ ബൈലോ? അയാൾക്കൊന്നും അറിയത്തില്ല. പാവോ അയാളെന്തോ ഡമ്മീനെ പോലെ വെച്ചിരിക്കുക. എന്തുണ്ടെങ്കിലും നിങ്ങൾ ബാബുരാജ് ഗുരുക്കളെ ഇവൻ ഗുരുക്കളല്ല, ഇവൻ സ്വയം പ്രഖ്യാപിത ഗുരുക്കളാണ്. പിന്നെ ഒരു കുവൈറ്റിൽ ഒരു പെൺകുട്ടി കരഞ്ഞോണ്ട് അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ കേരളോത്സവത്തിൽ ഭാമ എന്ന് പറഞ്ഞു. അപ്പൊ ചേർത്തലക്കാരിയാണ്. ഇവിടുന്ന് നാട് കടത്തി വിടേണ്ടി വന്നു. ഇപ്പൊ അവിടെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യണം. നമ്മുടെ നാട്ടിലല്ലേ ജോലി ചെയ്യേണ്ടത്. ആ കൊച്ചു ഗവൺമെന്റ് ദിവസത്തിലെല്ലാം പോകേണ്ടതല്ലേ. നല്ല കാലിബർ ഉള്ള കുട്ടിയാ. അത് നിവർത്തികേട് കൊണ്ട് പ്രതികരിച്ചാൽ സഹിക്കാൻ പറ്റാനിട്ട് അത് ഈ ബൈജു എന്ന് മറ്റേ നമ്മുടെ ആരതി എന്ന് പറഞ്ഞ നമ്മുടെ വൈച്ചേട്ടൻ്റെ മോള് ഇതിന്റെ ഒരു വീഡിയോ ചെയ്ത സമയത്താണ് ഈ കൊച്ചിത് കണ്ടിട്ട് ഇത് വീഡിയോ ചെയ്തു. ആരതിക്കാണോ കൈക്ക് എന്തോ പറ്റി വേദന സഹിച്ചു? അതെ, ആ കൊച്ചിന് സർവൈക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതെന്റെ കൈക്ക് പെരുപ്പ് വരും. അപ്പൊ ഇത് കൂടുതൽ മൂവ്മെന്റ് ചെയ്യുമ്പോൾ വേദന തരിപ്പ് പോലെ വന്ന് കഴപ്പ് പോലെ ഇങ്ങനെ വേദന വരും. അപ്പോൾ ആ സമയത്ത് ബാമ് പുരട്ടിയിട്ടാണ് ഈ കൊച്ച് ചെയ്തത്. പക്ഷെ പെർഫോമൻസിൽ അതിലൊന്നും ബാധകമല്ല കേട്ടോ. അതേപോലെ ചെയ്താൽ എന്നിട്ട് അത്രയും ഇപ്പം നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ഹാജർ ചെയ്യാം. നമ്മളെന്തായാലും കോർട്ടുമായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവൻ ഇതിനെല്ലാത്തിനും മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇവൻ ആരാ ഒരു കൊച്ചിൻ്റെ അല്ലെങ്കിൽ ഒരു ഭാവി നശിപ്പിക്കുന്നത്? ഇവന് കൊടുക്കാൻ പറ്റും ഒരു സമയം. ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു കാര്യം, പണമോ സമ്പത്തോ എന്ത് പോയാലും എല്ലാം തിരിച്ചു വരും. ആൾക്കാർ പോലും നമ്മളോട് തിരിച്ചു വരും. പല ആൾക്ക് ഒന്ന് പോയാൽ മറ്റൊരാൾ കയറി വരും. പക്ഷെ സമയം ഇവന് തിരിച്ചു കൊടുക്കാൻ പറ്റും? ഒരിക്കലും കിട്ടില്ല. ഒരു നിമിഷം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തിരിച്ചു വേണ്ട അത് തിരിച്ചെടുക്കണമെന്ന് നടക്കുമോ? ഇല്ല, പറ്റില്ല. ഇവനും മക്കളുള്ളതല്ലേ. ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇവനും ഉള്ളതല്ലേ. ഇവരുടെ മക്കളോട് ഇതേ ആരെങ്കിലും ചെയ്യുമ്പോഴല്ലേ ഇവന് മനസ്സിലാകത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ ഒരു കുട്ടിയുടെ വിഷമം എന്തെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് കഷ്ടപ്പെടുന്ന ഇതെങ്ങനെയാണ് കഷ്ടപ്പെട്ട് കിട്ടുന്നത്, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്, എന്തൊക്കെ ശാരീരികവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ആ കൊച്ചി ഈ ലെവലിൽ എത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകണമെങ്കിൽ ഇവൻ ആദ്യം കളരി പഠിക്കണം. ഇവൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ആരെങ്കിലും പഠിപ്പിക്കണം. ഇത് രണ്ടും ഒരു തേങ്ങ അറിയാതെ വന്നിട്ട് നിൽക്കും. ഇവന് ഇഷ്ടമുള്ള പോലെ ഇവന് ഉത്തര കൊറിയയുടെ രാജാവിനെ പോലെ മുടി വെട്ടിയത്, മുണ്ടെടുത്ത ശരിയായില്ല. ഇവൻ ആരാ? അല്ല, ഇയാളുടെ കീഴിൽ ഈ ആൾ മാത്രമേ ഉള്ളൂ? അതോ ഇയാളുടെ ഇങ്ങനെ ഒരു കൂട്ടത്തോടു കൂടി പൈസ തട്ടാൻ വേണ്ടിയിട്ട് എങ്ങാനും ഇയാളൊരു ഗ്രൂപ്പിന്? ഇപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ മൊത്തത്തിൽ അടച്ചു പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് നേരിട്ടുള്ള അനുഭവം എന്ന് പറയുമ്പം ഈ കിഴങ്ങന്റെ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ അയാളൊരു വൃത്തിയായിട്ട് തന്നെ.
അയാളുടെ കീഴിലാണ് ചവിട്ടി പതിച്ച് വെച്ചിരിക്കുന്നത്. ചവിട്ടി മേടിച്ചെന്ന് വെച്ചാൽ ഇയാളുടെ കീഴിലാണ് എല്ലാം വരുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇയാളെ എന്തിന് പ്രൊട്ടക്ട് ചെയ്യണമെന്നാ ബാക്കിയുള്ളവര്? അവർക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് ലാഭം ഉണ്ടോ? അവർ അങ്ങനെയുള്ള ആൾക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലായി. പക്ഷെ അവർക്ക് വ്യക്തിപരമായിട്ട് ലാഭം ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവനെ പിടിച്ചു നിൽക്കുന്നത്? എന്താണ് കുഞ്ഞുങ്ങളെ വെച്ച് കളിക്കുന്നത്? കുഞ്ഞുങ്ങളെ വെച്ച് കളിക്കുന്നത്. നമ്മളിപ്പോ ലാസ്റ്റ് ആയാലും പറഞ്ഞത് മെമ്പർഷിപ്പ് ഉണ്ടോ, നമ്മുടെ കുട്ടികളെ മത്സരിപ്പിക്കുക? ഇല്ല, പറ്റില്ല. അപ്പോഴും ആശാൻ കോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. വേറൊരു മറ്റേ കളരിയുടെ പേരിൽ കൊണ്ടുചെന്ന് അയാൾ മത്സരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അയാൾ അറിയാതാണ് ചെയ്തത്. അയാൾ മനഃപൂർവ്വമല്ല ഇത് ചെയ്തത്. ഇതിപ്പം നമ്മളുമായിട്ടുള്ള വ്യക്തിവൈരാഗ്യം എന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ ഞാനും ബാബുരാജും തമ്മിൽ എന്താ വ്യക്തിവൈരാഗ്യം? ഒന്നുമില്ല. പിന്നെ പറയണമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടെ അതിനകത്ത് പറയേണ്ടി വരും. ഈ പ്രദീപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, ഞാൻ പത്രത്തിൽ അയാളുടെ ന്യൂസ് കണ്ടിട്ടുണ്ട്, പോക്സോ കേസ്. അതെ. ഇയാളൊരു കുറിച്ച് പഠിച്ചപ്പോ അയാള് ഇതിനു മുമ്പ് ഈ പരിപാടി ചെയ്ത സമയത്ത് പലർക്കും അറിയാം ഈ കേസ്. ഇയാൾക്ക് ഇങ്ങനെ ഒരു ഞരമ്പിന്റെ പ്രശ്നം, പ്രദീപ് ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. എന്നുവെച്ചാൽ പല ആശാമാർക്കും അറിയാം. എന്നോട് പലരും വേദിയിൽ വിളിച്ചിട്ട് എല്ലാവരും പറഞ്ഞു, നീ എന്തിനാ പ്രദീപിനെതിരെ? ഞാൻ പറഞ്ഞു, ഈ ഒരു കൊച്ചു കുഞ്ഞിനെതിരെ നടക്കുന്ന, അന്ന് എനിക്ക് എത്ര 18-19 വയസ്സ് മാക്സിമം കാണുമായിരിക്കും. ഇത്ര വർഷം മുമ്പ് നടന്ന. ഇതിപ്പോ ഒന്നൊന്നുമല്ല, ഒരുപാട് കേസുകളുണ്ട്. ലാസ്റ്റ് കേസ് ഇതിപ്പം പെട്ടതാണ്. അന്ന് പിന്നെ അങ്ങനെ പത്രവാർത്തയൊന്നും വരത്തില്ല ആ സമയത്ത്. അല്ല, അതുകൊണ്ടൊന്നും അല്ല. ഇതെല്ലാരും അങ്ങ് ബാബുരാനറിയാം. ഇവനൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഇവന് ഈ കഥയൊക്കെ അറിയാം. സേഫ്റ്റിയാണ് കളരി. അവന്റെയൊക്കെ കളരി പഠിക്കുന്ന കുഞ്ഞ്, കളരിയുടെ പേരല്ലേ പോകുന്നത്. അതെ. ഇവര് ഈ എന്തിനാണ്, എനിക്ക് അന്നും എനിക്ക് മനസ്സിലാത്ത ഒരേ ഒരു കാര്യമാണ്. പക്ഷേ അന്നിത് ഞാൻ ഇയാളെക്കുറിച്ച് ചുമ്മാ ഉണ്ടാക്കി പറയുന്നതാണെന്നുള്ള, ഈ പ്രദീപ് എന്ന് പറഞ്ഞ വ്യക്തിനെ കുറിച്ച് ചുമ്മാ ഞാൻ പറയുന്ന ആരോപണം. ഞാൻ ചോദിച്ച്, ഈ ബാബുരാജ് എന്ന് പറഞ്ഞ വ്യക്തി എന്നെ വിളിച്ചപ്പം, ഹരി ഒരു ബോംബ് കൊണ്ട് നടക്കുവാണല്ലോ പ്രദീപിനെതിരെ. ഞാൻ ചോദിച്ചു, എന്താ എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. അല്ല, ഇന്ന പോലെ ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇന്ന പോലെ പറഞ്ഞു നടക്കുന്നു. ഞാൻ പറഞ്ഞു, ആരോടാണ് ഞാൻ പറഞ്ഞത്? നിങ്ങളോട് പറഞ്ഞോ? ഇല്ല. ഞാൻ വേറെ ആരോടെങ്കിലും പറഞ്ഞതായിട്ട് അവർ നിങ്ങളോട് പറഞ്ഞു? ഇല്ല. പിന്നെന്തുവാ? ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഇതൊരു ഒരു വലിയ ഗുരുക്കന്മാരുടെ സഭയിൽ വെച്ച് എന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. ഞാൻ ഫുള്ള് തെളിവെടുത്ത് അങ്ങ് ഇട്ടു. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ആ തെളിവുകൾ. അതിപ്പം ബാക്കിയുള്ള കുട്ടികളുടെ ഭാവിനെ ബാധിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതൊന്നും പുറത്തു വിടാഞ്ഞത്. കാരണം അതിപ്പം വിക്ടിം എന്നായി നിൽക്കുന്ന ആൾക്കാർ നമ്മളായിട്ട് വെളിയിട്ടാൽ അത് ഭയങ്കര ഒരു വിഷയമാകും. അവർക്ക് അതിൻ്റെ അകത്ത് ഇപ്പം ഒന്നാമത്തെ കാര്യം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും കുട്ടികൾ അവർക്ക് അറിയില്ല. 9-10 വയസ്സുള്ള കുട്ടികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് എന്താന്ന് പോലും. അപ്പൊ അവരുടെ നടക്കുന്നവർക്ക് ഇപ്പം തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് കാണിച്ച തെറ്റാണ്. പക്ഷെ അവരെന്ത് തെറ്റ് ചെയ്തു? ഇതിപ്പോ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്കാണ് ബാധിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒക്കെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഓവറായിട്ട് എനിക്കെതിരെ അങ്ങ് കളിക്കാഞ്ഞത്. മനസ്സിലായോ? അന്ന് ഇവർക്ക് എല്ലാം അറിയാഞ്ഞിട്ടും ഇവനെ പുറത്തുണ്ട്. ഇവനെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മൾ ഈ ഇങ്ങനെയുള്ള സംരംഭത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആൾ കൂടുന്ന ഒരു സഭയിൽ അങ്ങനെയുള്ള സംഭവത്തിലൊന്നും അടുപ്പിക്കാൻ പാടില്ല. കാരണം ഇവന്മാർക്ക് സത്യത്തിൽ ഇതൊരു രോഗമാണ്. മറ്റേ പീലിഫോഡിയ എന്നൊക്കെ പറയുന്ന സംഭവമാണ് ഈ കൊച്ചു കുട്ടികളോട് കാണുന്ന ഒരു അമിതമായിട്ടുള്ള താല്പര്യം. അതിനി ചിലപ്പോൾ ഇനി പെണ്ണെന്ന് മാത്രമാണ് ആണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. മനസ്സിലായി? ഈ ബാബുരാജ ആയാലും നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ പ്രധാനമന്ത്രിനെ അല്ലെങ്കിൽ നമ്മുടെ പിണറായി വിജയനെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് പോലും ഒരു കാര്യമില്ല. ഇയാളുടെ വോയിസ് റെക്കോർഡ് ഉണ്ട്. അതാ ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞ കാര്യമില്ല. നമ്മൾ ശുപാർശ എടുക്കുന്നത്. ശുപാർശ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന് നിങ്ങളൊന്ന് ഇപ്പൊ എന്താണ് പ്രശ്നം എന്നുള്ള ഇരുന്ന് സംസാരിക്കുക, എങ്കിലല്ലേ അത് തീരത്തുള്ളൂ. അത് പറഞ്ഞാൽ പറ്റത്തില്ല. നിങ്ങൾ ഞങ്ങളോട്ട് അടുത്ത് നിൽക്കൂ. സ്നേഹബന്ധത്തിൽ എനിക്കറിയില്ല നമ്മൾ അതെന്താണ് നമുക്ക് മനസ്സിലായില്ല. അതിന്റെ വോയിസ് റെക്കോർഡ് ഞാൻ കാണിച്ചത്. നമ്മളോട് സ്നേഹിച്ച് നിൽക്കൂ. നമ്മളും പുറത്തു വിട്ടിട്ടുണ്ട് ഈ സാധനം. നമ്മളും പുറത്തു വിട്ടിട്ടുണ്ട്. അടുത്ത് നിൽക്കൂ, സ്നേഹിച്ച് നിൽക്കൂ എന്നൊക്കെ പറയുന്നത്. എന്തുവാ എനിക്ക് വേണ്ട ഇമാർ സ്നേഹമൊന്നും? എന്തിനാ അങ്ങനെയുള്ള സ്നേഹം? നമ്മൾ അത്രക്കാരനല്ല. മനസ്സിലായ? നമ്മൾ ചോദിക്കുന്ന ഒരേ ഒരു മാനദണ്ഡം, നമുക്ക് കുട്ടികളെ മത്സരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ? അത് നോക്കിയിട്ട് തന്നാൽ മതി. ഇല്ലെങ്കിൽ എന്താണ് നിങ്ങൾ മാനദണ്ഡം പറയുന്നത്? അത് ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്തെടുക്കാൻ തയ്യാറാ. മനസ്സിലായ? ഈ ഒന്നാമത്തെ കാര്യം ഒന്ന് ഒരു രാജ്യാന്തര തലത്തിലല്ല, ഇന്റർനാഷണൽ തലത്തിൽ ഒരു ഈ കളരിപ്പേറ്റിലൂടെ വേറെ ഒന്നിലും അല്ല. ഇവന്മാരൊക്കെ ഉള്ള തോന്നിവാസം കാണിച്ച് പോപ്പുലർ ആയതല്ല. മനസ്സിലായോ? ഈ ശരിയായ റൂട്ടിൽ നമ്മൾ പൊങ്ങി വന്നൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന ലോക ജനതയ്ക്ക് അല്ലെങ്കിൽ കേരള ജനതയ്ക്ക്, ഇന്ത്യക്കാർക്കൊക്കെ താങ്കളെ കളരി എന്നടിച്ചാൽ ഹരികൃഷ്ണൻ ഗുരുക്കളെ അറിയാത്തവരാരും ഇല്ലാത്തവരായിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. പക്ഷെ എനിക്ക് ഇതിൻ്റെ അകത്ത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് നല്ല ഗുരുക്കന്മാരുണ്ട്. ഇവരൊന്നും പ്രതികരിക്കാതിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ പാലക്കാട് നിന്നൊരു വീഡിയോ എനിക്ക് അയച്ചാണ്. ഒരു സ്പോർട്സിൻ്റെ മാനദണ്ഡം ഒരു 10 അല്ലെങ്കിൽ ഒരു 5 ഇതിൻ്റെ വെയിറ്റ് കാറ്റഗറിയാണെന്ന് പറഞ്ഞത്. ഒരു 49 കിലോ എന്ന് പറയുമ്പോൾ എന്തുണ്ട്, 65 എബോ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം. ഇവർ തമ്മിൽ ഫൈറ്റിങ് വെച്ച് അതേ തെറ്റാണ്. ശരി. എന്നിട്ട് ഈ മറ്റേ വണ്ണം കുറഞ്ഞ പയ്യൻ എന്ന് വെച്ചാൽ വെയിറ്റ് കുറഞ്ഞ പയ്യൻ ഇതിനകത്ത് ജയിച്ചിട്ട് പോലും മറ്റവനും ഇത് കൊടുത്ത്
ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. നോക്കിയപ്പോൾ ഞാൻ അവിടെ ഒരു തല ആ വീഡിയോക്കകത്ത് ബാബുരാജിന്റെ. ഇയാളത് വേണ്ടറിയിക്കാൻ സത്യത്തിൽ. എവിടെ പ്രശ്നം ഉണ്ടായാലും ആൾ അവിടെ കാണാം. അതെ, ഒരു പുഴുക്കുത്ത് തന്നെ അയാൾ സത്യത്തിൽ. എവിടെ ചെന്നാലും അതൊരു പ്രശ്നം ഉണ്ടാകും. ഇങ്ങനെയുള്ള ആൾക്കാരെ ഇതിൻ്റെ അകത്ത് സത്യത്തിൽ മാറ്റണം. നമ്മൾ ഒരു വ്യക്തിനെ അല്ല പറയുന്നത്, അയാൾ കാണിക്കുന്ന ഇയാളൊന്നും ഇനി ഒരിക്കലും മാറത്തില്ല. എത്ര കൊല്ലമായിട്ട് എത്ര കുട്ടികളുടെ ഭാവി പോവുക. ഒരു കൊല്ലമല്ല, 7 കൊല്ലം. 7 കൊല്ലമായിട്ട് നമ്മൾ ഇവന്മാരോട് ചോദിക്കുമായിരുന്നു മെമ്പർഷിപ്പ് താന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നത് സമയമായിട്ടില്ല. ആ ഞാൻ അതിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് 7 കൊല്ലം അവർ നിങ്ങൾ കമ്മിറ്റി കൂട്, അപ്പം ഞങ്ങൾ വിളിക്കാം. അപ്പം 7 കൊല്ലമായിട്ട് ഇവന്മാർ കമ്മിറ്റി കൂടിയിട്ടില്ലേ? അപ്പോൾ ഇവന്മാരുടെ ആ സംഘടനയുടെ രീതി എന്തുവാ? വേറെ രീതി. ഇവർക്കെതിരെയുള്ള വേറെ തെളിവ് ഞാൻ തരാം, ഞാൻ അയച്ചു തരാം. ഒരു വർഷം, ഇപ്പം ഈ വർഷം മത്സരിക്കാന്ന് വിചാരിച്ച ആ വർഷത്തിൽ 3 മത്സരത്തിൽ മത്സരിക്കുന്നു. ഒരു വ്യക്തി തന്നെ മത്സരിക്കുന്നത്. 3 കളരിയുടെ പേരിൽ സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്തിരിക്കുന്നു. അതെങ്ങനെ സാധിക്കും? ഇവന്റെ കുമ്പിടി, അവിടെയും കുമ്പിടി, ഇവിടെയും. അതെ, അങ്ങനെയുള്ള സംഭവമാണ്. എന്നുവെച്ചാൽ എൻ്റെ സർട്ടിഫിക്കറ്റ്, അതിന്റെ ഫോട്ടോ എടുത്ത് എൻ്റെ ഇരിപ്പുണ്ട്. ഇപ്പൊ ഒറിജിനൽ ഇത് നമ്മുടെ കയ്യിലില്ല. അതാ ഞാൻ പറയുന്നത്. അത് എങ്ങനെ കൊടുത്തു? അഴിമതിയല്ലേ പുള്ളിയുടെ മുഖമുദ്ര തന്നെ. അതല്ലേ പുള്ളി ഇതെല്ലാം കാണിക്കുന്നത്. പക്ഷെ പുള്ളിയെ തളയ്ക്കാൻ ആരിപ്പം ആശാൻ ഇറങ്ങിയത് നന്നായി. ആരെങ്കിലും വേണമല്ലോ. ഇവൻ ശരിയല്ല. ഇവനെ നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് മാറ്റണം. ഇവനെ സത്യത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുണ്ടെങ്കിൽ അവരും ഇത് കാണണമെന്നാണ് പറയുന്നത്. എന്തിന് ഇപ്പം ഇദ്ദേഹം ഈ BJP-യിൽ എന്തോ ഒരു ഇത് സ്ഥാനത്തിരിക്കുന്നതാണെന്ന് പറയുന്നത്, ജില്ലയുടെ എന്തോ സെൽ കോർഡിനേറ്ററാ എന്തോ ഒരു ചെറിയ എന്തോ ഇതിൽ നിൽക്കുന്നതാണ്. ഈ സന്ദീപ് ഏട്ടനെ കൊണ്ട് നമ്മൾ സംസാരിപ്പിച്ച് കേട്ടില്ല. നമ്മുടെ ജില്ലയുടെ സെക്രട്ടറിയാണ് പൂന്തറ ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ, പുള്ളിയെ കൊണ്ട് പറഞ്ഞിട്ട് പോലും ഞാൻ എടുക്കത്തില്ലെന്നാണ് പറയുന്നത്. ഞാൻ ആലോചിക്കും ഇവന്റെ എന്താണ് ഇവന്റെ ധൈര്യം എന്ന് ആലോചിക്കുന്നത്. ഇവനെ ആരാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? അതെ, ആരാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ആരാണ് ഇവനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അയാളെ പുറത്ത് കൊണ്ടുവരിപ്പിക്കണം നമുക്ക്. അതാണ് വേണ്ടത്. ഇതിപ്പോൾ എന്ത് പ്രൊട്ടക്ട് ചെയ്തെന്ന് പറഞ്ഞാലും ശരി, നമ്മളിപ്പോൾ കേസായിട്ട് പോകുന്ന സമയത്ത് കോടതിയിൽ ഇവന്മാർ ഇപ്പം അതും ഇതൊക്കെ തയ്യ കളിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പം സൈലന്റ് ആയിട്ടിരിക്കാം. ഇത്രയും ആരോപണം വന്നിട്ട് ഒരു വാക്കം ആരോടെങ്കിലും മിണ്ടിയോ? ഒന്നും മിണ്ടത്തില്ല. എന്തോരം കുട്ടികൾ ഇയാൾക്കെതിരെ പേര് തന്നെ പറഞ്ഞു ചെയ്തിട്ടും ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അയാൾ എങ്ങനെ ചെയ്യും? എന്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യും? ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? അതെ. ഇനി അയാൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇനി ബാക്കിയുള്ളതും വിടും. ഇത് തീർന്നെന്നാണ്. അയാൾക്കെതിരെയുള്ള ഓരോ സംഭവങ്ങളും എൻ്റെ എല്ലാം ഉണ്ട്. അതെ. ഇയാൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഓരോരുത്തർക്ക് സഞ്ചി കൊടുക്കാനും ഷാള് പുതയ്ക്കാനൊക്കെ പോകുന്നു. ഇയാൾ എന്തിനാ അത് ചെയ്യുന്നത്? എന്തെങ്കിലും വേറെ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പം ഇത് നമ്മുടെ സമൂഹത്തിന് നന്മ വരാൻ വേണ്ടി ചെയ്യുന്ന ഒരാളാണ്. ഇയാൾ ഒരു സ്ഥാനം കിട്ടിയാൽ അതിനെ എങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാബു എന്ന് പറഞ്ഞ ആള് മഹാ വൃത്തികെട്ടവന്. അവൻ കാണിക്കുന്ന ചെറ്റത്തരം എന്നൊക്കെ പറഞ്ഞാൽ എന്തുവായത്? വെള്ളരിക്കപ്പെട്ടണമാണ് ഈ കഴിവ്. ഇതിൻ്റെ അകത്ത് മെഡലടിക്കുന്ന കുട്ടികളെ മൊത്തം പുറത്താക്കുക. ഞാൻ മെഡൽ മേടിച്ചു, എന്നെ പുറത്താക്കി. എൻ്റെ വിദ്യാർത്ഥിയാണ് നമ്മുടെ വിഷ്ണു ഗുരുകൾ എന്ന് പറഞ്ഞത്. അദ്ദേഹവും ജില്ലയിൽ നിന്ന് പോയി അവിടെ ചെന്ന് വിഷ്ണുവിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഏതോ മീറ്റിങ്ങിനിടയ്ക്ക് ഇങ്ങനെ മറയ്ക്കുന്നിടയ്ക്ക് സർട്ടിഫിക്കറ്റ് കണ്ടപ്പോൾ ചോദ്യം ചെയ്ത് വേറൊരാള്. അപ്പോൾ പറയുക അത് നമ്മുടെ ഇത് വിഷ്ണുവിൻ്റെ സർട്ടിഫിക്കറ്റാണ്, ഞാൻ കണ്ടാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് അതെ നമ്മുടെ അസോസിയേഷനുള്ളവരല്ല അവർ വേറെ കളരിയുടെ പേരിൽ ഇറങ്ങിയതാണ്, അവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഒരു സർട്ടിഫിക്കറ്റ് പോട്ടെ, അപ്പം സ്റ്റേറ്റിൽ നിന്ന് സത്യത്തിൽ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു, അപ്പം അല്ലാതെ കിട്ടത്തില്ലല്ലോ. എന്നിട്ട് ഇവൻ അത് ഇത്രയും കാലം അവൻ്റെ ഇതിൻ്റെ അകത്ത് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ്റെ ഫയൽ പൂഴ്ത്തി വെച്ചിരിക്കുക. അവൻ ആരാന്ന് ഓർത്തോണേ, പുറത്തു വരട്ടെ അവൻ ആരാണെന്നുള്ളത്, അവൻ വെളിപ്പെടുത്തട്ടെ. ഇപ്പൊ ഒരു ഡിബേറ്റ് പോലൊക്കെ നമ്മുടെ മുന്നിൽ വന്നിരിക്കണം. ചോദിക്കുന്നതിന് ഒരു വരട്ടെ, ചാനലിലേക്ക് വരട്ടെ, അയാൾക്ക് എന്താ പറയാനുള്ളത് കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. അതെ, വൺ സൈഡ് ആയിട്ട് നമ്മളെ കേട്ടോണ്ട് ഒരു കാര്യവും ചെയ്യണ്ട. നമ്മള് ഇപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് ഉണ്ടായതും അത് നമുക്ക് നമ്മുടെ ചുറ്റുപാടത്തുണ്ടായ എല്ലാവർക്കും ഉള്ള ഒരു അതും 1-2 പ്രാവശ്യം ഉണ്ടായതല്ല, ഇത്രയും കൊല്ലം കൊണ്ട് 7 കൊല്ലം. അതെ 7 കൊല്ലം. അതിനിടയ്ക്ക് 34 35 തികയാറായി 34 31 പറഞ്ഞിട്ട് 33 തികഞ്ഞ് എന്നിട്ട് പറഞ്ഞാൽ അത് പറ്റത്തില്ല, ഞാൻ 35. അങ്ങനല്ല, 30 വയസ്സ് പറഞ്ഞപ്പോൾ നമ്മൾ അപേക്ഷ വെക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇല്ല അത് 32 അങ്ങോട്ടാക്കി. അപ്പം വിഷ്ണുവിന് 34 വയസ്സാണ്. വിഷ്ണു കൊണ്ട് വെച്ച് പറഞ്ഞു 35. അപ്പോഴാണ് എൻ്റെ ആശാന് ഈ 10-21 വയസ്സിൽ കിട്ടിയൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. 92 പുള്ളിക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് ഏകദേശം 21-22 വയസ്സ് താഴത്തെ കാണത്തുള്ളൂ. നമ്മളെന്ത് ഇതെടുത്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സംഭവം എടുത്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇപ്പം നിയമപരമായിട്ട് നമ്മൾ നീങ്ങുമ്പം കോടതിയിൽ ഇയാൾ വേർക്കും. ഇനി ആരൊക്കെ ഇയാളെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ആർക്കും എതിരല്ല. പക്ഷേ ഈ സ്വഭാവത്തിന് ഈ കാണിക്കുന്ന കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന നിയമ
പരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നീതി നിഷേധത്തിനെതിരാണ്. കാരണം ഒരു റൈറ്റ്സ് ആണ്, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെടുന്നതാണ്, ഒരു കുട്ടിയുടേതാണ്. അത് എങ്ങനെ ഇയാൾ ഇത്രയും കൊല്ലം ആരും ചോദ്യം ചെയ്യാതെ ഇങ്ങനെ നടന്നു എന്നുള്ളതാണ് നമുക്ക് പറ്റിപ്പോയൊരു അബദ്ധം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഇയാൾ പറഞ്ഞത് കേട്ട് വിശ്വസിക്കരുതായിരുന്നു. ഇപ്പൊ പറയുന്ന ഇതാണ് അപേക്ഷ വെച്ചില്ലെന്ന്. എന്തോ കള്ളനാണെന്ന് ഓർത്തോണേ. നമ്മൾ അപേക്ഷ അതിൻ്റെയും കാണിച്ചു തരാം കേട്ടോ. അപേക്ഷ വെക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ സെക്രട്ടറിനെ വിളിച്ചാൽ പറയും ബാബുരാജിനെ വിളിച്ചാൽ മതി, ബാബുരാജിൻ്റെ കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ല, ഗുരുക്കളുടെ അടുത്ത് തന്നെ തരാം. ഏത് സെക്രട്ടറി അടുത്ത് തന്നെ തരാം. അതെ സെക്രട്ടറിയല്ലേ മേടിക്കേണ്ട. അല്ലല്ലല്ല, ബാബുരാജ് ഗുരുക്കളാണല്ല. ഞാൻ പറഞ്ഞു അപ്പൊ ഇയാളെന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അതെ, ബാബുരാജ് ജില്ലയില് ഇയാള് ഇതിനകത്ത് സ്ഥാനത്തില്ല, ജില്ലയിൽ സ്ഥാനമില്ല. പിന്നെ ജില്ലയിൽ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരല്ലേ ഇത് മേടിക്കണ്ടേ? ഇയാളെ വീട് തപ്പിപ്പോയി. ഇയാൾ പറഞ്ഞു വരണ്ട്, എന്തിനാ ഞങ്ങളുടെ വീട് തപ്പി വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വരണ്ട് അതിന്റെ വോയിസ് ഞാൻ അയച്ചു തരാം. എന്തിനാ എന്റെ വീട് തപ്പി വരുന്നത് അങ്ങനെ ഇങ്ങനെ. ബാബുരാജല്ല, നമുക്ക് ബാബുരാജുമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ കോണ്ടാക്ട്. ബാബുരാജ് പറയുന്നത് എന്തുവാ, ഞാനല്ല സെക്രട്ടറി, ഞാൻ എന്തിനാ മേടിക്കുന്നത്, എനിക്ക് സ്റ്റേറ്റിലെ ചുമതലയാ. ഇവിടെ അതിനുള്ള ഇയാളെ വിളിക്കും പറയും ബാബുരാജിനെ വിളിക്കും. കളിക്കുവാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കുക. ലാസ്റ്റ് ഈ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ഇയാള് അപേക്ഷ മേടിച്ചു. ഇപ്പോഴല്ല, ഒരു കൊല്ലം മുമ്പ്. ഈ വർഷത്തെ മത്സരമല്ല, കഴിഞ്ഞ വർഷത്തെ മത്സരത്തിന് മുമ്പ്. എന്നിട്ട് ഇയാൾ പറഞ്ഞത് ഞങ്ങൾക്ക് അപേക്ഷ തന്നിട്ടില്ലെന്ന്. അത് എങ്ങനെയാണ് ഇയാൾക്ക് ഓഫീസില്ല, വീട് എവിടെയാന്ന് പോലും അറിയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയല്ലേ ഈ അന്നത്തെ കാര്യത്തിൽ കൃത്യമായിട്ടൊരു അഡ്രസ്സ് ഇല്ലല്ലോ. സ്വന്തമായിട്ട് വീട് വരുമ്പോഴല്ലേ അഡ്രസ്സ് വരത്തുള്ളൂ. നമ്മൾ എവിടെ നിന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് നമ്മളെന്ത് ചെയ്ത് ഇയാൾ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പം ഏതോ ഒരു മാടക്കടയുടെ ഈ ഒരു ഇടുക്ക് പോലത്തെ റോഡ് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അവിടെ വെച്ച് ഇയാൾ പെട്ടെന്ന് എഴുതാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എഴുതി കൊടുത്തു. അതിൻ്റെ കോപ്പി എടുക്കാനോ അല്ലെ ഒരു റെസിപ്റ്റ് ഇയാൾ തന്നെ. ഇയാളാണ് റെസിപ്റ്റ് തരേണ്ടത്, മേടിക്കുന്ന ആള് അല്ലേ? പക്ഷെ ഇവർ തന്നില്ല. അപ്പോൾ തന്നെങ്കിൽ നമ്മൾ കോപ്പി എടുത്ത് കൊടുക്കുക, സൈൻ ചെയ്ത് മേടിക്കാനുള്ള ഇത് സാഹചര്യവും അല്ലായിരുന്നു. അത് മാത്രമല്ല അയാൾ ചെയ്തും തരത്തില്ലായിരുന്നു. ഇയാളുടെ ഈ നാണംകെട്ട സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ബാബു നിൻ്റെ വീഡിയോ എടുത്തത്. ഫുള്ള് നീ സംസാരിക്കുന്ന വീഡിയോ ഉണ്ട്, എൻ്റെ അപേക്ഷയുടെ കാര്യവും ഇതും എല്ലാം. അവരെ എല്ലാ വോയിസിലും പറയുന്നുണ്ട്, അവർ അംഗീകരിക്കുന്നുണ്ട്, ഞാൻ മേടിച്ചിട്ടുണ്ട്, അത് നമ്മൾ പരിഗണിക്കാമെന്ന്. എന്നിട്ട് ഇപ്പോൾ പറയുന്ന ഒരു അപേക്ഷ പോലും തന്നിട്ടില്ല. അതിൻ്റെ വീഡിയോ ഉള്ളത് കൊണ്ട്, ഇവർ വോയിസ് റെക്കോർഡ് ഉള്ളത് കൊണ്ടും കോടതി സബ്മിറ്റ് ചെയ്യാമല്ലോ. ഉത്തരം പറഞ്ഞേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് തരാതിരിക്കുന്നു? ഇന്ന് നമുക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടോ, നമ്മൾ തിരുത്താം. ബാബു ഞങ്ങൾ തിരുത്താന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് കളരി ഇങ്ങോട്ട് കാ പോലും അറിയത്തില്ല. പക്ഷെ അതിൻ്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ വന്ന് ഇത് ക്രോസ് ചെക്ക് ചെയ്യട്ടെ. നമ്മൾ എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് പറയാൻ തയ്യാറാണ്. സത്യത്തിൽ ആരാണ് ആശാൻ ഇതെല്ലാം ഇതിന്റെ ഒരു ക്വാളിറ്റി നിശ്ചയിക്കേണ്ടത്, നിർണ്ണയിക്കേണ്ടത്? ഈ നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് കൊണ്ടിരുന്നത്. ഈ വടക്കൻ തെക്കൻ മധ്യ കേരളം 3 സമ്പ്രദായങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ ഒരു മത്സരം നടത്തുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഗുരുക്കന്മാർ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ വന്നിട്ടാണ് ഇത്. വരാനുണ്ടായ സാഹചര്യം പോലും ഇസ്മേലി ഗുരുക്കൾ തിരുനാവ എന്ന് പറയുന്ന മാമാങ്കത്തിൽ പോയി പെർഫോം ചെയ്തു. ഇരട്ട ഉറുമിയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പം റെക്കോർഡ്. അതെ. അപ്പം അത് നാഷണൽ റെക്കോർഡും ഉണ്ട്, ഇന്റർനാഷണൽ റെക്കോർഡും ഉണ്ട്. ഗിന്നസ് മറ്റേ ഈ പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന ഒരു ഇതിൻ്റെ അകത്താണ്. എന്നാൽ ഉറുമി അവർക്ക് എന്താണെന്ന് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ അവിടെ ചെന്ന് പെർഫോം ചെയ്തപ്പോൾ അന്ന് എനിക്കൊന്ന് കളക്ടർ 2 പേർക്ക് കൊടുത്തു. ഒന്ന് നോക്കുമർമ്മ ചെയ്ത പ്രകാശൻ ഗുരുക്കൾക്കും, രണ്ടാമത്തത് ഇസ്മേൽ ഗുരുക്കൾക്കുമാണ് ഒരു ഇത് കൊടുത്ത ഏറ്റവും നല്ല ഇത് ചെയ്തതിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ആലപ്പുഴയിൽ ഇങ്ങനെ കളരിക്കാരുണ്ടെന്ന് അറിഞ്ഞിട്ട് അവർ വന്ന് ഇവിടെ അസോസിയേഷൻ രൂപീകരിക്കാൻ വേണ്ടി കൊടുത്തു. അങ്ങനെയാണ് അവർ വന്ന് എക്സാം ചെയ്ത സമയത്ത് ആശാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ആരും ഇല്ല. വേറെ എല്ലാവരും വന്നില്ല ഇതിൻ്റെ വിളിച്ച്. അപ്പോൾ ഇവർ ആശാന് മനസ്സിലായില്ല അവർ എക്സാമിൻ ചെയ്യുക എന്നുള്ളത്. ഇന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആശാൻ എല്ലാം ചെയ്ത് കാണിച്ചു കൊടുത്തത്. അപ്പം ഇനി ആലപ്പുഴയിൽ നിങ്ങൾക്കാണ് അത് കൊണ്ടു കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം എന്ത് ചെയ്ത്, അദ്ദേഹം വിചാരിച്ച് കുറച്ചും കൂടി കാലിബറായിട്ടുള്ള ആൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞ ഉഷാദ് എന്ന് പറഞ്ഞ ആൾക്കാണ്, ശിഷ്യനാണ്. ശിഷ്യൻ്റെ കൊടുത്ത അയാൾക്ക് നല്ല എഡ്യൂക്കേഷനും ഇതൊക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കും. കാരണം വളർച്ചയാണല്ലോ. ഇപ്പോൾ എല്ലാ ആചാരാണെങ്കിലും വിചാരിക്കുന്നത് എന്തുവാ, ഇങ്ങനൊരു സ്ഥാനം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആരാ വേണ്ടാന്ന് വെക്കുന്നത്? ആരും വെക്കത്തില്ല. പക്ഷെ ആശാൻ വിചാരിച്ചത് എന്തുവാ, എന്നെക്കാൾ കാലിബറായിട്ടുള്ള ഒരാൾ നിൽക്കട്ടെ. അപ്പോൾ വേറെ ആരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ശിഷ്യനെ നിർത്തിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ബാബു ഒക്കെ കയറി വരുന്നതിൻ്റെ അകത്ത്. പിന്നെ ഈ ബാബുവിനായിട്ടുള്ള ഇപ്പോൾ ആൾക്കാർക്ക് ഒന്നും കൃത്യമായിട്ടൊരു ധാരണ കിട്ടുന്നില്ല ബാബുവായിട്ടുള്ള എന്താ പ്രശ്നം. ഈ പ്രദീപിൻ്റെ ഈ പെണ്ണ് വിഷയം ഞാൻ അതിനെ ചോദ്യം ചെയ്തു. വേറെ ആരും ചോദ്യം ചെയ്യാനില്ല. ഞാൻ ചോദ്യം ചെയ്ത സമയത്ത് ഈ ബാബു ഈ നമ്മുടെ പ്രദീപിനെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഭയങ്കര ആശ്ചര്യമായിപ്പോയി. ഇത് സത്യത്തിൽ ഈ സംഭവങ്ങൾ കേട്ടാലോ അറിഞ്ഞാലോ
നിജസ്ഥിതി അറിഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളെ അവരുടെ വായിന്ന് വരത്തുള്ളൂ. അതെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇവന് ഇത്രക്കാരനാണോ, അതെ ഇതേ വരത്തുള്ളൂ. പക്ഷെ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നീ എന്തിനാ അവനെതിരെ ഒരു ബോംബ് കൊണ്ട് നടക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവനെതിരെ ഒന്നല്ലല്ലോ കേസ്. ഒരുപാട് ഇപ്പം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് പറയുന്നത് പത്രത്തിൽ വരെ വന്നു. ഇപ്പം അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ശിഷ്യന്മാരെല്ലാം കൂടാണ് ഇതിനെ സാക്ഷി പറഞ്ഞത്. അപ്പം ഈ പണ്ട് തോട്ടപ്പള്ളി പ്രദീപ് എന്നാണ്. അപ്പം ഞാൻ പഠിച്ച കളരിയിൽ സീനിയറായിട്ട് പഠിച്ചതാ. ഈ പലരോടും പറഞ്ഞു നടക്കുന്ന എൻ്റെ ആശാനാണ്. എൻ്റെ ആശാനൊന്നുമല്ല. ഞാൻ പഠിച്ച കളരിയിൽ അവൻ 4 കൊല്ലം പഠിച്ചു, 4-5 കൊല്ലം പഠിച്ചു. ഞാനവിടെ 6 കൊല്ലം പഠിച്ചു. അപ്പം ഞാൻ ഇവിടുന്ന് പഠിക്കാത്ത എന്ത് കാര്യം ഇവിടുന്ന് പഠിക്കാനുള്ളത്. ഇവരെന്നെ അവിടെ ഇൻവൈറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ കുറേ കൊച്ചു കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കളരി ഒന്ന് പുഷ്ടിപ്പിക്കാൻ വേണ്ടി എന്നെയും എൻ്റെ ആശാനായ സാനു എന്ന് പറഞ്ഞ ഞാൻ ചേട്ടനെന്നാണ് വിളിക്കുന്നത്, ചേട്ടനെയും കൂടെ അവിടെ വിളിച്ചു. ഇങ്ങനെ പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കും. നമുക്ക് പൈസയ്ക്കകത്തായിരുന്നു, അല്ല വെറുതെ ഒന്നുമല്ല. അങ്ങനെ വന്ന് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വരുമായിരുന്നു. അല്ലാതെ ഞാനും ഈ പ്രദീപമായിട്ട് വന്നതല്ല. പിന്നെ ഇടയ്ക്ക് പറഞ്ഞിട്ടാ നിൻ്റെ ഒരു ഇതിലാണ് നല്ലൊരു ഇതുള്ളത്, അപ്പം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മിണ്ടണ്ട. ഇവൻ പറയുന്ന ഒന്നും മിണ്ടണ്ട. അപ്പോൾ അവർ എനിക്ക് കുറച്ച് പ്രൊമോഷൻ കിട്ടും. അറിയാമല്ലോ ഞാനൊന്നും ഒന്നുമില്ല, പൂറാണ്, വീടൊക്കെ കൊണ്ട് കാണിച്ചൊരു കാടിൻ്റെ അകത്തൊരു വീട് എല്ലാം കാണിച്ച് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിക്കുക. അപ്പോൾ നമുക്കെന്ത് നഷ്ടം ഇതിൻ്റെ അകത്ത് എന്ത് വരുന്നത്? കാര്യം അവനെന്തെങ്കിലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും നേട്ടം, നമുക്ക് ശല്യമില്ലാത്ത ഈ നേട്ടം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടുത്തെ കളരി നിർന്ന സമയത്ത് എന്നോട് പറഞ്ഞു, 2 തവണ ഞാൻ നാഷണൽ വിന്നറായി, ഗോൾഡ് മെഡൽ കിട്ടി. 3ാമത്തെ തവണ ഇവിടുത്തെ കളരി നിന്നുപോയി. ഇവിടുത്തെ ആശാൻ അത് സ്ഥലമൊക്കെ വിറ്റു ഗൾഫിലേക്ക് പോയ സമയത്ത് എന്നോട് ചോദിച്ചാൽ ഈ മാസം മത്സരം പറ്റുന്ന നീ എന്നാൽ എൻ്റെ കളരിക്ക് വേണ്ടി ഇറങ്ങാൻ. അപ്പോൾ ഞാൻ എൻ്റെ ആശാനോട് ചോദിച്ചു, പറഞ്ഞാൽ കുഴപ്പമില്ല, ഇറങ്ങി, ഇവിടെ എന്തായാലും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൊല്ലം, 3ാമത്തെ കൊല്ലം ഒരു കൊല്ലം ഇറങ്ങിയിട്ടുണ്ട്. അല്ലാതെ ഒന്നുമില്ല, മനസ്സിലായോ? അല്ലാതെ ഞാനും ഇവനുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. പിന്നെ എൻ്റെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടേ ഉള്ളൂ, മനസ്സിലായോ? ഇപ്പോൾ അവിടെ ചെയ്യുന്ന വാളും പരിചയമാണെങ്കിലും അവിടുത്തെ പിള്ളേർ ഇതൊക്കെ പാതി മധ്യ കേരളമാണ്. അത് ഞാൻ പഠിപ്പിച്ച ഇവനെ ഇവിടെ മധ്യ കേരളമായിട്ട് ബന്ധമായിരിക്കുന്നത്. എന്ത് പഠിച്ചിട്ടുണ്ട്? ഇതല്ലേ സ്വഭാവം. പ്രദീപിന് കുറച്ച് കാര്യങ്ങൾ അറിയാം, പ്രദീപിന് അറിയത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ബാബുവിന് അറിയത്തില്ല. ബാബുവിന് അറിയാമെങ്കിൽ അവൻ്റെ ഒരു ഫേസ്ബുക്ക് എടുത്ത് നോക്ക്, എന്തെങ്കിലും ഒരു സാധനമുണ്ട്. ഒരാൾ ദക്ഷിണ നോക്കുന്ന പോലും ഫോട്ടോ ഇല്ല. എന്നിട്ട് ഈ നമ്മളെ വന്ന് അവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട്, എന്നുവെച്ചാൽ നമ്മൾ സംസാരിച്ചതിൻ്റെ അല്ല, കുറേ കുട്ടികളായിട്ട് നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഇവരാണ് എൻ്റെ ബലം, അതായത് ഇവനെന്തോ പഠിപ്പിച്ച് മലത്തിയ പോലെ പറയുന്നത്. ഇവന്മാർ ചെയ്യുന്ന പരിപാടി ഒന്നും ഇപ്പം കോട്ടയ്ക്കകത്ത് കളരി എന്ന് പറഞ്ഞ് കായംകുളത്തൊരു കളരിയുണ്ട്. ആ കളരി പറഞ്ഞ് നീ നമ്മുടെ കൂടെ നിൽക്കി, എന്നിട്ട് ഈ പുള്ളിയുടെ പേരിൽ മത്സരിപ്പിക്കാം. ഞാൻ ആ പയ്യനോട് സംസാരിച്ച് എന്തെങ്കിലും കാശ് കൊടുത്ത് റെഡിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്കങ്ങനെ കാശിനല്ലല്ലോ, ഇപ്പം അസോസിയേഷൻ എന്താണോ പറയുന്നത് നമുക്ക് കൊടുക്കാൻ തയ്യാറാണ്. ഇനി 10,000, 15,000, 1 ലക്ഷം ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ തയ്യാറാണ്. നമ്മുടെ കുട്ടികൾക്കൊരു ഭാവിയാണ് വേണ്ടത്. പക്ഷെ ഇവന്മാരതല്ല ഉദ്ദേശിക്കുന്നത്. ഇവന്മാർ ഒരാളെ ടാർഗറ്റ് ചെയ്ത്, ഇപ്പം എന്നെ എന്ന് മാത്രമല്ല, ഇങ്ങനെ പല ആശാന്മാരെ മിനിറ്റ്സ് ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇവനൊന്നും ഒരിക്കലും കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെയൊക്കെ കാലം കഴിഞ്ഞാലും നമുക്ക് കിട്ടരുതെന്നുള്ള രീതി. അത് എന്താണ് എനിക്കെതിരെ ഉണ്ടാക്കിയ അലിഗേഷൻ എന്താണ്? ഇപ്പം നമ്മൾ ഇത്രയും കാര്യം വിളിച്ച് പറയുന്നത് വെച്ചാൽ നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക കഴിഞ്ഞു. കാരണം ഒരു പ്രായത്തിന് നീ ഒരു 10 വയസ്സിന് മൂത്തമായിരിക്കാം, പക്ഷേ ഞാൻ എന്തിനാ നീ എന്ന് തന്നെ വിളിക്കുന്നതിന് ഒരു അർഹതയില്ല. ഇവനെ നമുക്ക് ബഹുമാനിക്കാൻ എന്തെങ്കിലും ഒരു അർഹത വേണ്ടേ? ഒരു മനുഷ്യനായിട്ട് പോലും ഞാൻ നിന്നെ കണക്കാക്കുന്നില്ല, ഒരു നികൃഷ്ട ജീവിയാണ്. എത്ര കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് കൊടുത്തത്. ഇപ്പം ഞാനുമായിട്ടുള്ള ചെയ്ത് ഇപ്പോൾ പോട്ടെ, എനിക്ക് തരണ്ട, വിഷ്ണുവിന് കൊടുക്കാം, വിഷ്ണുവായിട്ട് എന്താ പ്രശ്നം? അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ട് ഇത് ചെയ്യണ്ടേ? ഇവന് എല്ലാ ആൾക്കാരെയും പോയിന്റ് ചെയ്ത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഡോക്ടറോട് കൺസൾട്ട് ചെയ്യേണ്ടി വരും. അതൊക്കെ ചെയ്യേണ്ടി വരും ഇനി. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഇവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. അതും ചോദ്യം ചെയ്യപ്പെട്ടത് തന്നെയാണ്, മനസ്സിലായി? അതൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. കാരണം എന്തിനാണ് ഇത്രയും ഒരു വൃത്തികെട്ട ഒരുത്തനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം? അത് മാത്രമല്ല, വളർന്നു വരുന്ന ഒരു കലയാണ്. അതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യാനാണ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സ്പോർട്സ് ഇനത്തിൽ പെടുത്തിയത്. അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും തുടക്കത്തിലെ മണ്ണെണ്ണ ഒഴിച്ച് കരിച്ച് കളയുക, അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. പിന്നെ കിട്ടുന്ന ഫണ്ട് അടിച്ചു മാറ്റി കൊണ്ടുപോയി അങ്ങോട്ട് കൊണ്ടുപോയതെല്ലാം. ഈ നമ്മുടെ സന്ദീപ് ഏട്ടനോട് സംസാരിച്ച സമയത്ത് സന്ദീപ് ഏട്ടനോട് പറഞ്ഞത് കേട്ടതാ, അവർ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അസോസിയേഷൻ അവർ കൈക്കലാക്കുക. സത്യത്തിൽ നമുക്ക് അതിനുള്ള സമയമില്ല. നമുക്ക് ഇത്രയും 10-25 ബ്രാഞ്ച് നോക്കാൻ പോലും സമയമില്ല. എത്ര സ്റ്റാഫുകളുള്ള ഒരു 12 ട്രെയിനേഴ്സ് ഉണ്ട് നമുക്ക്. എത്ര വേറെ ജീവിതമാർഗവും കൂടാണ്. ഇനി ഇപ്പം എൻ്റെ കാര്യം വിട്. ഇപ്പം എനിക്കെന്ന് പറയാൻ നേരത്തെ എനിക്ക് ഓൺലൈനിൽ മാത്രം മതി. ഒരു 3 വർഷം ഉണ്ടാക്കുന്ന പൈസ എനിക്ക് 1 മണിക്കൂറിന് കിട്ടും.
മനസ്സിലായോ? അപ്പൊ ഞാൻ ഈ ഇത്രയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന എന്തോ വ്യക്തിപരമായിട്ടുള്ള ഈ കുട്ടികളുടെ നിന്നുള്ള ഫീസ് മേടിച്ചിട്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ല. കുട്ടികളെ ഫീസ് ഇല്ലാതെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര കുട്ടികൾ, 10-60 കുട്ടികൾ അവിടെ നമുക്ക് സൗജന്യമായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കും, എല്ലാവരും നമുക്ക് പഠിപ്പിക്കാൻ തയ്യാറാ. അത് പക്ഷെ അവർക്ക് അത് അവർക്കത് അതിനുള്ള അർഹത പാഷൻ അല്ലെങ്കിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടി സമയം. ഇനിയിപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ വെറുതെ പഠിച്ചതല്ല, പൈസ കൊടുത്തെന്നുള്ളതല്ല, എൻ്റെ സമയവും എൻ്റെ ശാരീരികമായിട്ടുള്ള എല്ലാം സഹിച്ച് പഠിച്ചത്. അതേപോലെ വില്ലിംഗ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ തയ്യാറാണ്. എത്ര കുട്ടികൾക്ക് നമ്മൾ ഇതല്ലാതെ മറ്റ് ലെവലിൽ പോലും രക്ഷപ്പെടുത്തി വിടുന്നുണ്ട്. ഇപ്പോൾ ഈ മറ്റേ പെൺകുട്ടിയുടെ ആണെങ്കിൽ പോലും സകല ചെലവും നമ്മളാണ് നോക്കിയത്, പുറത്തോട്ട് പോകാനും എല്ലാ സംഭവവും നമ്മളാണ് നോക്കിയത്. ഇപ്പം ആ കൊച്ചിൻ്റെ ഒരു ലൈഫ് ഒരു സെക്യൂർഡ് ആയില്ലേ. അവര് കൃത്യമായിട്ട് അത് ചെയ്താൽ, തൊഴിൽ ചെയ്താൽ മാത്രം മതി, അവർക്കത് ഒരു ദോഷം ഉണ്ടാകത്തില്ല. ഒരു വിദേശത്ത് അത്രയും ഒരു ഇന്റർനാഷണൽ എക്സ്പോസറാണ് നമുക്ക് അവർക്ക് കൊണ്ട്. പുറത്തുള്ള എത്ര ആൾക്കാർ ഇപ്പൊ അവരുടെ ശിഷ്യന്മാരായിട്ട് പഠിക്കുന്നത്. ഈ ബാബു ഒരു സാധാ ജില്ലാ തലത്തിൽ പോലും ഒരു അംഗീകാരം കൊടുക്കാത്തൊരു കൊച്ച് ഇന്റർനാഷണൽ ലെവലിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പം നമുക്കൊരു ആരുടെയും കഴിവിനെ നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല, പക്ഷെ ആ കഴിവ് കൊണ്ട് നമ്മുടെ ഇന്ത്യക്കാണ് നേട്ടം ഉണ്ടാകുന്നത്. ഇവനെ പോലെ ഒരുത്തൻ കാരണം കൊണ്ട് നമ്മുടെ ഇന്ത്യക്കാണ് നഷ്ടം. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ തലത്തിൽ ഇപ്പൊ മോദി എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഇപ്പം ഞാനൊക്കെ ഈ പുറത്ത് കൺട്രിയിൽ പോകുന്നത് കൊണ്ട് തന്നെ, ഇപ്പം സിംഗപ്പൂരുണ്ട്, മലേഷ്യ പോകുന്നുണ്ട്, ഇവിടെ എല്ലാം പോകുന്നുണ്ട് തന്നെ, നാമ ഗൾഫിലൊക്കെ പോകുന്നുണ്ട് തന്നെ അറിയാം. പുറത്ത് പോകുമ്പോഴാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ വില. അത് എപ്പം മുതലാണ് ഇദ്ദേഹം വന്നതിന് ശേഷം ഞാനത് 100% അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് ഇവന് ഈ തോന്നിയാസം മൊത്തം കാണിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറെ ആളാണ്. അതാരാന്ന് നമുക്കറിയില്ല. അതാരായാലും നിങ്ങൾ കാണിക്കുന്നത് വളരെ തെറ്റാണ്. ഈ ഒരു പ്രസ്ഥാനം ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടിൽ പൊങ്ങിയൊന്നായിരിക്കാം. നമ്മൾ ഒരിക്കലും ഒരു പ്രസ്ഥാനത്തിനോ ഒരു പാർട്ടിക്കോ ഒന്നിനും ഒരു സംഘടനയ്ക്കോ എതിരല്ല. ഈ കാണിക്കുന്ന ഈ ചെറ്റത്തരത്തിന് മാത്രമേ നമ്മൾ എതിരായിട്ട് സംസാരിക്കുന്നുള്ളൂ. ഒരിക്കലും ഞാനൊരു ഇങ്ങനെയുള്ള വാക്കുകൾ സംസാരിക്കൊണ്ട് വേറെ ഒന്നും തോന്നിയിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഈ അണ പൊട്ടിയാൽ എന്താണ് ഇപ്പോൾ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് നമ്മൾ പറഞ്ഞു പോകുന്ന വാക്കുകൾ അങ്ങനെയാണ്. ഒരിക്കലും ഞാൻ ഇങ്ങനെയുള്ള വാക്കുകൾ ഉച്ചരിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇവൻ്റെ പേര് പറയുമ്പോഴേ നമുക്കങ്ങ് ട്രിഗർ ആകുക. ഓരോ കുട്ടികളും കരഞ്ഞ് അവരുടെ മുഖമല്ലേ ആശാനിലേക്ക് വരുന്നത്. അതെ, എന്തിൻ്റെ അടിസ്ഥാനമാണ്? ഒന്നുമില്ലല്ലോ. അത്രയും പേര് 10-30 പേരെ ചുമ്മാ കൊണ്ടുവന്ന് ഇറക്കാനായിട്ട് ഇവരുടെ സിലബസിൽ തന്നെ മത്സരിക്കാൻ ഇവർക്ക്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? അവിടെ മത്സരിപ്പിക്കണമായിരുന്നു. അവർ ഈ വർഷാവർഷം സിലബസ് മാറ്റുന്ന ആൾക്കാരല്ലേ, അവരുടെ സിലബസിനനുസരിച്ച് മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറാന്നേ. വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ്. എന്തുകൊണ്ട് ഇവർ ഏറ്റെടുക്കുന്നില്ല? പേടിയുണ്ട്. പിന്നെ ഒരു കാരണവശാലും നല്ല കുട്ടികൾ കയറി പോരുന്ന ഒരു എന്തിന്? ഇവർക്ക് എന്താ നഷ്ടം? അവർക്ക് സാമ്പത്തികമായിട്ട് ഇവർക്ക് കിട്ടുന്ന സംഭവങ്ങളെല്ലാം അവർ പറയട്ടെ, അവർ സമൂഹത്തിന് മുമ്പേ ഒന്ന് പറയട്ടെ. ഈ ബാബുരാജ് അയാളുടെ ടീമും വന്ന് പറയട്ടെ. അയാളെ സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ മറഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇനി ഇതിപ്പോ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇത്രയും കാലം കൊണ്ട് ഇവർ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ അഴിമതി കാണിച്ചിട്ടുണ്ടോ ഇത് മൊത്തം വലിച്ചു പുറത്ത്. അത് ഉറപ്പുള്ള കാര്യമായി. എത്ര രൂപയാണ് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത്, അത് എന്താണ് ചെയ്തതെന്ന് കൃത്യമായിട്ട് ആൻസർ പറയണം. ഇവൻ കാണിക്കുന്ന പരിപാടി എന്തോന്നറിയാമോ? ഇവന് പണ്ട് വേറൊരു കോമളൻ ആശാൻ എന്ന് പറഞ്ഞ ആശാനുണ്ട്, നമ്മുടെ കലവൂരുള്ളതാണ്. വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് ക്ഷണിക്കാം. അദ്ദേഹമാണ് ഈ അസോസിയേഷന്റെ ട്രഷററായിട്ടിരുന്നത്. അപ്പം ഈ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് പരിപാടി ഈ മത്സരം നടത്താൻ വേണ്ടി ഗവൺമെന്റ് 15,000 രൂപ എങ്ങാണ്ട ഈ ധനലക്ഷ്മി ബാങ്ക്, അങ്ങനെ എന്തോ ഒരു ബാങ്കാണ്, ആ ബാങ്കിലോട്ടിട്ട് ഇദ്ദേഹം ഒപ്പിട്ട് കൊടുക്കാതെ സാധനം കിട്ടത്തില്ലല്ലോ. ഈ ബാബുരാജ് എന്ന് പറഞ്ഞ ഇയാളുടെ പേര് കള്ളൊപ്പിട്ട് ആ പൈസ എടുത്തു. അതിന്റെ പേര് ഞാനറിയാതെ അങ്ങനെ പൈസ എടുത്തെന്നുള്ള കാരണം ഇയാൾ ഉത്തരവാദിത്തം പറയണ്ടേ? കാരണം ഖജാൻജി ഒപ്പിടാതെ സാധനം പോകത്തില്ല. അപ്പൊ ഇയാളും കൂട്ടുപ്രതി ആകത്തില്ലേ? ചോദ്യം ചെയ്ത സമയത്ത് ഇതെല്ലാം കൂടെ വലിച്ചു പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചെറിയ കാര്യം ചെയ്യും, ഞാൻ ഇറങ്ങി പോവാന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ടവൻ ഇറങ്ങിപ്പോയി. സത്യത്തിൽ ഇതിൻ്റെ അകത്ത് ഇരുന്ന ഈ കോമളാശാൻ അതേപോലെ കുഞ്ഞുമോനാശാൻ ഇങ്ങനെയൊക്കെയുള്ള വേറെ ശക്തരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമാൻഡിങ് പവർ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു. ഇവൻ പറയുന്ന വാക്കുകൾ കേട്ട് ഇവരങ്ങ് ചോദിച്ച് മണ്ടത്തരം കാണിച്ച് ഇവരങ്ങ് ഇറങ്ങിപ്പോയി. കാരണം അവർക്ക് കുറച്ച് അഭിമാന ബോധം ഉള്ളതുകൊണ്ട് അവരങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് അവൻ രാഷ്ട്രീയക്കാരനല്ലേ, ബുദ്ധിമാനാ, അവൻ കളരിക്കാരനല്ല, രാഷ്ട്രീയമല്ലേ അവൻ കളിക്കുന്നത്. അവന് ഭയങ്കര ക്രിമിനൽ ബുദ്ധിയാ. അതുകൊണ്ടല്ല ഇത്രയും കാലം അവന് ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് ഇവന് ഇത് ചെയ്യാൻ പറ്റുന്നത്. എന്തുമാത്രം ഇതാ കാണിക്കുന്നത്, ഭയങ്കര ഇതാണ്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ ഈ മത്സരത്തിന് അത് കിട്ടുന്നു, എന്നാൽ അത് വെച്ച് നടത്തിയാൽ പോരെ. ഓരോ കുട്ടികളുടെ നിന്നും ഫണ്ട് മേടിക്കും. ഇപ്പോൾ ഈ പ്രാവശ്യം കൊണ്ട് 500 രൂപ വെച്ചാണെന്ന്. അപ്പോൾ ഇത്രയും മത്സരം നടക്കുമ്പോൾ എങ്ങനെ പോലും 1.5 ലക്ഷം രൂപ പുള്ളിയുടെ കയ്യിരിക്കും. കൊടുക്കുന്നവരെല്ലാവരും കൂടെ ഒരു ഊണ് മേടിച്ചങ്ങ് കൊടുക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു ഗവൺമെന്റിന്റെ ഒരു ഗവൺമെന്റിന്റെ ഒരു ഇപ്പൊ സ്കൂൾ എടുക്കുകയാണെങ്കിൽ 500 രൂപയൊക്കെ ആകത്തുള്ളൂ അതിന് വാടക. ഒരു ദിവസത്തേക്കല്ലേ ഉള്ളൂ. അവധി ദിവസം ഞായറാഴ്ച ദിവസം വെച്ചാൽ മതിയല്ലോ.
ഇതിന്റെ കണക്ക്, ഇതിന്റെ മിനിറ്റ്സ് ബുക്ക് നമ്മൾ എടുക്കണം. ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് അറിയണ്ടേ. ഇനിയുള്ള എല്ലാം വെളി വരട്ടെ. അർഹതപ്പെട്ടവർ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് വേറെ കുറേ പേര് അർഹതപ്പെട്ടവരുണ്ട് ഈ അസോസിയേഷനിൽ. അവർ നിൽക്കട്ടെ. നമുക്ക് മെമ്പർഷിപ്പ് മാത്രം മതി. എന്തിനാ? കുട്ടികളെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി മെമ്പർഷിപ്പ് ഇല്ലേ, ഞങ്ങളുടെ കുട്ടികളെ മത്സരിപ്പിക്കുമോ? മതി. അത് മതി. നമ്മുടെ കുട്ടികളെ മത്സരിപ്പിക്കാതിരിപ്പിക്കാൻ പറ്റാം. അത് ന്യായമല്ല. നമ്മുടെ ഒരു ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അത് ഇന്ത്യയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒന്നാമത്തെ കാര്യം, ഈ സംഘടന എന്നൊക്കെ പറയാൻ നേരത്ത് ഈ ഇപ്പോൾ ഏതാണോ സ്പോർട്സ്, അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ്. ഇല്ലെങ്കിൽ അത് റദ്ദാക്കേണ്ടതാണ്. മാത്രമല്ല വേറൊരിടത്തും ഇതില്ലല്ലോ. ഇത് ഇന്ത്യയുടെ മാത്രം പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കലയല്ലേ, നമ്മുടെ കേരളത്തിന്റെ കലയല്ലേ. അതെന്തുകൊണ്ടാണ് വളരാതെ? ഇപ്പൊ കുൻഫു എന്തുമാത്രം വളർന്നു വലുതാക്കി ഇപ്പൊ ലോകം മൊത്തം അറിയുന്നില്ല. എവിടുന്നാ പോയത്? തഞ്ചാവൂർ ബോധിധർമ്മനാണ് അവിടെ പോയിട്ട് ചൈനയിൽ പോയത് പഠിച്ച് 18 അടവെന്ന് പറയത്തില്ല, അതേപോലെ 18 ബുദ്ധ ടെക്നിക്സ് വെച്ചിട്ടാണ് അവിടെ ഇത് പഠിപ്പിച്ചിരിക്കുന്നത്. 18 ചേമ്പേഴ്സ് ആയിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. മനസ്സിലായി? അവിടെ പുള്ളിയുടെ ഈ ചൈനയിലൊക്കെ എന്ന് പറയുന്ന നേരത്ത് വിഗ്രഹാരാധന സംഭവമൊന്നുമില്ല. പക്ഷെ ഈ പുള്ളിയുടെ നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ഈ ബോധിധർമ്മന്റെ ഫോട്ടോയാണ്, ദാമൂന്ന് കണ്ടാണ് അവർ വിളിക്കുന്നത്. അയാളുടെ വിഗ്രഹം വെച്ചിട്ടാണ് പൂജിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഇവിടെ ഇപ്പോഴും കിടന്നുകൊണ്ട് ഈ ജില്ലാ തലത്തിൽ ഈ കഴിവുള്ള കുട്ടികൾക്ക് എല്ലാം അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. എനിക്കെതിരെ കേസ് കൊടുത്ത ഇവൻ കുറെ നാൾക്ക് മുമ്പ് എന്താണ് വ്യാജ കളരിപ്പറ്റി നടത്തുന്നത്. എടി നീ ഒന്നാമത്തെ കാര്യം, നിനക്ക് കളരിപ്പറ്റി സംസാരിക്കാനായിട്ട് എന്താ യോഗ്യത? പോലീസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വേണ്ട രേഖകൾ കൊടുത്തപ്പോൾ പറഞ്ഞു സോറി ക്ഷമിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് കുറച്ച് പോലീസുകാർ വന്ന് ജോയിൻ ചെയ്തിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നാമത്തെ കാര്യം ഇവൻ മരപ്പാഴാ സത്യം. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ നാഷണൽസ് ഇത്ര വൈകത്തില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോ ഇത് നമ്മൾ ഭാവിയിൽ ഏഷ്യൻ ഗെയിംസിലേക്കൊക്കെ പോകേണ്ട ഒരു തീർച്ചയായിട്ടും എത്തും. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ എല്ലാവരും ഒരു കാര്യം ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ വേറൊരു സംഘടന തുടങ്ങിക്കൂടാന്ന്. സംഘടന തുടങ്ങുന്നതല്ല കാര്യം. ഞാനിപ്പോൾ ഒരു കാര്യം പറ്റും, ഒരു എലിയെ പേടിച്ച് ഇല്ലം ചൂണ്ട ആവശ്യമുണ്ടോ? ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന നമ്മുടെ ക്രിമികളെ മൊത്തം എടുത്ത് പുറത്ത് കളഞ്ഞാൽ പോരെ. സംഘടന മുഴുവൻ പിരിച്ചുകൊണ്ട് ആവശ്യമില്ല. കാരണം ഇത്രയും വർഷത്തെ, ഒരു 10-75 വർഷത്തെ ഒരു പാരമ്പര്യമുള്ള ഒരു സാധനം, അല്ലെങ്കിൽ അതിന് മേളിലുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പോട്ടെ, വാട്ടവർ 50 വർഷത്തിന് മേളിൽ പാരമ്പര്യമുള്ള ഒരു സംഘടനയെ നമ്മൾ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സംഘടനയ്ക്കെതിരല്ല, സംഘടനയിലെ വ്യക്തികൾക്കെതിരല്ല, ഇങ്ങനെ കാണിക്കുന്ന വൃത്തികെട്ടന്മാർക്കെതിരെയാണ്. അത് എന്താ ഇവനെയൊക്കെ പറയണ്ട? എന്ത് പറയണം? ഒന്ന് പറ. ഒരു കോമൺ ആയിട്ട് കേൾക്കുന്നവർക്ക് തന്നെ തോന്നി എന്താണ് നമ്മൾ ചെയ്ത തെറ്റ്. ഈ കലയ്ക്ക് വേണ്ടി നമ്മുടെ അത്രയധികം ഡെഡിക്കേഷൻ എടുത്ത് നമ്മുടെ ജീവിതം തന്നെ അർപ്പിച്ച് ഇത്രയധികം വളർത്തി ഇത്രയും ആൾക്കാരിലേക്ക് എത്തിച്ച അതാണോ നമ്മൾ ചെയ്ത തെറ്റ്? ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിജിയൊക്കെ കാണേണ്ടതാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം കാശ്മീരിൽ നമ്മളൊരു ക്ലാസ് ആണ്. കാശ്മീർ എന്ന് വെച്ചാൽ ജമ്മുവിൽ കിഷ്വാഡ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മിനി പാകിസ്ഥാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ട്. അവിടെ പോയി നമ്മൾ ക്ലാസ് തുടങ്ങി കൊടുത്തതാ. അവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അവിടെ ഇല്ലാത്ത നമുക്കുള്ള പ്രശ്നം നമ്മുടെ കേരളത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കി, അത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഇത്രയും ഇത് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ഇപ്പം എൻ്റെ ഫാമിലി ആയിട്ടും കൂടെയാണ് പോയത്. അപ്പോൾ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൊച്ചിന് തണുപ്പ് പിടിക്കാത്തതുകൊണ്ട് നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിലോട്ട് മാറിയ സമയത്ത് ഞങ്ങൾ ആക്കാൻ ഇവർ വന്നു. ആ സമയത്ത് എങ്ങാണ്ട് അവിടെ ഒരു ഷൂട്ടൗട്ട് നടന്നത്. എന്നിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടാണ് ഈ ഷൂട്ടൗട്ട് നടക്കുന്നത്. തിരിച്ച് ഇവർ വന്ന സമയത്ത് ഇവരെ തടഞ്ഞു നിർത്തിയിട്ട് മൊത്തം പരിശോധിച്ച്. അപ്പോൾ അത്രയും റിസ്ക് പിടിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ഇതിനു വേണ്ടി ചെയ്തതാണ്. അന്ന് BJPയുടെ MP ആണ്. അത് അമിത്ഷായിട്ടൊക്കെ ഭയങ്കര ബന്ധമുള്ളതാണ്. അതേപോലെ തന്നെ മറ്റേ അവിടുത്തെ MLA ഇതെല്ലാം പറയുന്നത്. അവരൊക്കെ ഞാൻ വേണം ഫോട്ടോസൊക്കെ ഞാൻ അയച്ചു തരാം, നോക്കട്ടെ എൻ്റെ കയ്യിൽ കാണുമോ. ആ വീഡിയോ ഉണ്ട്. എന്തായാലും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. താങ്കളുടെ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൽ പോലെ അവർ കൈകൂപ്പി പറഞ്ഞതാണെന്നറിയാമോ, ഈ ഇത്രയും മഹത്തായ കല നിങ്ങൾ ഇവിടേക്ക് വന്ന് ഇത്രയും ഇതിനു വേണ്ടി. ഇപ്പം നമ്മുടെ ആ പയ്യനെ വെച്ചാൽ വേറൊരു പയ്യനുണ്ട്. അപ്പം എൻ്റെ പേര് ഞാൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പയ്യനും സംഘടനയെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ വെറുതെ ഇനി അവനൊരു ലാപ്പ് ഉണ്ടാകണ്ടല്ലോ. അപ്പം ഇവന് വേണ്ടി ഇത് ചെയ്തു കൊടുത്തതിന് വളരെയധികം നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പറയുന്നത്. അത് അത്രയും കുഴപ്പം പിടിച്ച സ്ഥലത്ത് പോലും നമ്മളായിട്ട് ചെന്ന്. അതെ, നമ്മളെന്നും പോകാൻ പേടിക്കുന്ന ഒരു സ്ഥലമാണ് സാധാരണക്കാരായ ആൾക്കാർ. ഇപ്പോഴും കണ്ടില്ല ഓപ്പറേഷൻ ഇഷ്ടം പോലെ സാധനങ്ങൾ. നമ്മുടെ ടൂറിസ്റ്റുകളല്ലേ വെടിവെച്ചിട്ട് പോകുന്നത്, 10-18 പേരെ കൊന്നു കളഞ്ഞു. അപ്പൊ അവിടെ പോലും നമ്മൾ വളർത്താൻ വേണ്ടി നമ്മുടെ ഈ തീവ്രവാദികളെ കൊണ്ട് നമ്മൾ ഈ സാധനം വെച്ചിട്ട് എന്നിട്ട് നമുക്ക് അത്രയും അവിടെ പോലും ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് സ്വന്തം നാട്ടിൽ. അപ്പൊ ആരാണ് തീവ്രവാദി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇയാൾ ആലപ്പുഴക്കാരൻ തന്നെയാണോ? അരിയാൾ ആലപ്പുഴയാണ്. ആലപ്പുഴക്കാരുടെ പേര് കളയാനായിട്ട്. അതായത് നമ്മുടെ ആയോധന കല, അതായത് വളർന്നു വന്ന് നമുക്ക് അഭിമാനിക്കാം ഇത്. അതിന് ആ ഒരു കളരി കുട്ടികളെയൊക്കെ ഇങ്ങനെ തടഞ്ഞു വെക്കാനുള്ള അയാളുടെ ചെയ്തോ വികാരവും അയാളുടെ പ്രശ്നം എന്താണെന്ന് തെളിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനലും ആശാനോടൊപ്പം നിന്നത്.
തീർച്ചയായിട്ടും ഇനിയല്ല എന്ത് ഒരു വാർത്തകൾ കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ പറയാനാണെങ്കിലും സധൈര്യ ആശാൻ നമ്മുടെ ഓഫീസിലേക്ക് വരാം. കാരണം എനിക്ക് ശാരികയോട് ഇപ്പം വിദ്യാർത്ഥികളോട് നന്ദി പറയരുതെന്നാണ്. പക്ഷെ ഇത് ഇപ്പം എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളതല്ല, ഒരു സമൂഹത്തിന് ഏറ്റവും ഉപകാരപ്പെട്ടൊരു കാര്യമാണ്. അത് ഇപ്പം ശരിയെ പോലുള്ള ആൾക്കാർ അല്ലെ ശരിയുടെ ടീമാണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്തതിൽ വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ചതിനും അതുകൂടാതെ ഞാൻ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് ഹരികൃഷ്ണ ആശാനെ നമ്മൾ ഇതിലേക്ക് ക്ഷണിക്കുന്നത്. തീർച്ചയായിട്ടും ദ റിയാലിറ്റി ബൈ KB-യിലൂടെ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് പറയാൻ പറ്റിയ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ അദ്ദേഹമാണെന്ന് എനിക്ക് തോന്നുകയും എനിക്കിത് ബോധ്യമുള്ളത് കൊണ്ടാണ് ഹരികൃഷ്ണ ആശാനെ നമ്മൾ ഇങ്ങോട്ട് ക്ഷണിക്കുകയും അദ്ദേഹം നമ്മുടെ ഫ്ലോറിൽ വന്ന് ഞാൻ ചെല്ലാന്ന് പറഞ്ഞത് നിരസിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ടാണ് വന്നത്, നമ്മുടെ ഫ്ലോറിലേക്കാണ് വന്നത്. സോ അത്രയും വിനയാന്വിതനായിട്ടുള്ള ഒരു ആചാര്യന് അദ്ദേഹത്തിൻ്റെ കുട്ടികളെ, അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് എനിക്ക് പേഴ്സണലി അറിയാം, ഞാൻ അദ്ദേഹത്തെ പൊക്കി പറയല്ലോ, പക്ഷേ അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന ഭാവി അതോർത്തിട്ട് മാത്രമാണ് അദ്ദേഹം ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ പുറകിൽ പ്രവർത്തിക്കുന്ന കർത്തകരങ്ങളെ അദ്ദേഹം പുറത്തു കൊണ്ടുവരാൻ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ടീം ദ റിയാലിറ്റി ബൈ KB-യുടെ ടീമുകളും ട്രയോസ്പാർക്ക് എന്ന് പറഞ്ഞ ആ ഒരു ചാനൽ കമ്പനിയും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഏകവീര എന്ന സ്ഥാപനത്തോടൊപ്പം അതിൻ്റെ ഗുരുക്കളോടൊപ്പം ഉണ്ടായിരിക്കും നമ്മൾ ഉറപ്പുവരുന്നു. നന്ദി.